ദേടാ അത് നോക്കി. ഇവനക്ക് എന്തടിയാടാ, പണിക്കും പോകൂല, ഫുൾ ടൈം വെള്ളത്തിൽ. ഇവനക്ക് ഇവിടെ കാശ് കിട്ടുള്ളൂ. അതറിയാൻ പാടില്ലേ, പണിക്ക് പോകാത്തതിൻ്റെയാണ് കാശുണ്ടാവുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ പണിക്ക് പോയാലും ഇതൊക്കെ തന്നെയാണ്. പണി എടുത്തിട്ട് കാശ്. എന്നാ പിന്നെ ചെറുതടിച്ചാൽ 300 രൂപ 300 കേട്ടാ. എന്നാ ബ്രോ നമുക്ക് തുടങ്ങിയാലോ. എന്നിട്ടാണ് ഷമ്മീനെ കുറ്റം പറഞ്ഞത്. ബ്രോ ഷമ്മീനെ കുറ്റം പറയണത് നമ്മ അടിക്കണത് തമ്മിൽ എന്താ ബന്ധം? നമുക്ക് സെറ്റാക്കാന്ന്. ഒരു കോഴി വേണമല്ലോ, കാശ് തന്നെ ആദരം. അപ്പൊ ഞാനിപ്പോ നടന്നല്ല ഇങ്ങനെ വന്നു, നീ കണ്ടില്ലേ? നിന്റെ കോഴി എനിക്ക് വേണ്ട. നീ വിൽക്കണത് മുഴുവൻ സിറിഞ്ച് കയറ്റിയ കോഴിയല്ലടാ. ഞാനേ ആ കോഴിയുടെ അറിയാൻ നല്ല പോത്തിറച്ചി മേടിച്ച് വെച്ചോളാം കേട്ടാ. നീ എവിടെ നിന്ന് എന്തെങ്കിലും പോയി മേടിച്ചോ കേട്ടെ. ഇവിടെ നിന്ന് നിനക്ക് കോഴിനെ കിട്ടൂല. എന്തിനാ ചേട്ടാ? ചേട്ടന് വെള്ളം അടിക്കാൻ കാശുണ്ടല്ല, ഒരു കോഴി മേടിക്കാൻ കാശില്ലേ? ചേട്ടനൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? നീ പോടാപ്പ, എന്നെ ഉപദേശിക്കാൻ വന്നേക്കും. ആ ചേട്ടൻ പറഞ്ഞു തന്നാ ചേട്ടാ, ഇതൊക്കെ പാഴി ജന്മങ്ങളല്ലേ, ഇതൊക്കെ വെള്ളം അടിക്കാൻ കാശുണ്ട്. ഇതെത്ര ചേട്ടാ? 250. ഇതിന്റെ അയച്ച് തരാട്ടാ. ഈടാ ഇതിനേക്കാൾ നല്ല ആ ഷമ്മിയാണ്. തരാട്ടാ. ഞാൻ പറ്റിച്ചിട്ട് പോകുന്നില്ല ഇവിടുന്ന്, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറ്റിച്ചിട്ട് പോകണമെന്നില്ലല്ലോ. എടാ സുമേഷേ, നീ പുതിയ കാറൊക്കെ വാങ്ങിയ? എൻ്റെ അല്ല ക്ഷമിച്ചേട്ടാ, ഇത് എൻ്റെ സാറിൻ്റെ കാറാണ്. ആ, നിന്റെ കൂടെ നിന്റെ സാറുണ്ടായിരുന്നോ? ആ, എന്നാ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവല്ലോ. എന്നാ ശരിയടാ, ഞാൻ നിന്നെ കണ്ടോളൂ. ഓക്കെ സാറേ, കാണാം. ഏതോ സുമേഷ് ഈ അലവലാതി. ഇമാതിരി ലോക്കലായിട്ടുള്ള ആൾക്കാർ ഒരു മാനേഴ്സിലാകത്ത് നമുക്കൊരു ഇടപാടും വേണ്ട. സാറേ, ഞാനിവിടെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ ഈ ഒരു സിറ്റുവേഷനിലാക്കിയെടുത്തത്. അപ്പോൾ സാർ അതൊക്കെ വിട്ടുകളാ. ആ, ഓക്കെ ഓക്കെ, നമുക്കൊന്നും അടിച്ചാലോ? എന്തേലും മുറ്റ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. റോയല് എന്നാ തുടങ്ങാല്ലേ? ആ, പാമ്പേ പാമ്പ് നിന്റെ അച്ഛൻ. നീയേ നിന്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനോട് ചോദിക്കും, ഷമ്മി പാമ്പാണ് സിംഗോണാണ്. സംസ്ഥാനത്ത് നാളെ മുതൽ ലോക്ക്ഡൌൺ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബീവറേജ് ഷോപ്പുകൾ തുറക്കുന്നതല്ല. സംസ്ഥാനത്ത് നാളെ മുതൽ ലോക്ക്ഡൌൺ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബീവറേജ് ഷോപ്പുകൾ തുറക്കുന്നതല്ല. ചതിച്ചല്ല. ദൈവമേ, ലോക്ക്ഡൌൺ ആയ താൻ മേടിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യും? ഷമ്മിയായിട്ടാണെങ്കിൽ ഉടക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആ, ഒന്ന് വിളിച്ചു നോക്കാം. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബീവറേജ് ഷോപ്പുകൾ തുറക്കുന്നതല്ല. ഡാർക്ക് സീനായിപ്പോയല്ല. പച്ചവെള്ളം കുടിച്ച് കുടുംബത്തിൽ കണ്ട അവസ്ഥയിലാണ് ആദ്യമായിട്ട്. എടാ, നീ ഇപ്പൊ എവിടെയാണ്? ആരുടെ കയ്യിലും സാധനം കിട്ടാനില്ലല്ലോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്താ ഇനി ഒന്നും നോക്കണ്ട, ഷമ്മിച്ചേട്ടനെ വിളിച്ചോ, ഞാൻ ദേ വരുന്നു. എന്നാ വേഗം വാ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും കൊണ്ടുപോകാത്. ഇതാവല്ലേ.
എടോ ഒന്ന് എഴുന്നേൽക്കടോ. ഞാൻ എത്ര നേരം തന്നെ കിടന്ന് വിളിക്കണേ. തന്റെ മൊബൈല് കുറെ നേരം കിടന്ന് ബെല്ലടിക്കുന്നു. എഴുന്നേറ്റ് ആരാണെങ്കിലും നോക്ക്. ഇതിനും മാത്രം എന്റെ നമ്പർ വീണ്ടും വിളിക്കണ്ടല്ലോ. ഹലോ ഷമിച്ചേട്ടാ, ബിജു ആണ്. എന്തിയാ എത്ര നേരമായി വിളിക്കണം? ഒരു അരവേണോർന്നല്ല. നിനക്കത് ഇത്ര അത്യാവശ്യം? അപ്പൊ ഷമിച്ചേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ബീവറേജസ് 15 ദിവസം മുടക്കാണ്. ഇന്ന് മുതൽ ലോക്ക്ഡൗൺ അല്ലേ ഷമിച്ചേട്ടാ? ബീവറേജ് അവധിയാ? നീ ഒരു പണി, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ശരിയാക്കാം. ഷമിച്ചേട്ടാ, അതെ ഉണ്ടെങ്കിലേ എങ്ങനെയെങ്കിലും ഒരു 2 കുപ്പി ഒന്ന് സംഘടിപ്പിച്ച കേട്ടാ. അത്യാവശ്യം ഒന്ന് സംഘടിപ്പിച്ച. എടാ ബിജുവേ, ഈ 5 അപ്പം കൊണ്ട് ചോദിച്ചിട്ട് 5000 പേരെ കിട്ടിയ പരിപാടി ഈ മാറ്റുകൊണ്ട് എനിക്കറിയില്ല നടപ്പിലാക്കാൻ, മനസ്സിലായി? പിന്നെ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഒരേപോലെ. നീ കിട്ടിയതും വാങ്ങി പോകാൻ നോക്ക്. പിന്നെ നീ ആഗ്രഹിക്കണ്ട, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചു തന്നേക്കാം. ഓക്കെ? വെക്ക്. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വന്നേക്കാം. എന്താ കൊള്ളാം പുണ്യാളാ, നീ എന്നെ വീണ്ടും കനിഞ്ഞി അല്ലേ? എടേ, കഞ്ഞി വെച്ചിരുന്നു. കഞ്ഞി വെക്കാൻ പോണേ ഉള്ളൂ. കഞ്ഞി വെച്ചിട്ട് കുഴപ്പമില്ല. ഞാൻ കുക്കറും ബാക്കി സാധനങ്ങൾ കൊടുത്താണ് സെറ്റ് ചെയ്ത് പണി ഉണങ്ങാൻ സമയം. കുക്കറൊക്കെ ഞാൻ തരാം, പക്ഷെ താനടിച്ചവിടെ ഓഫായി കിടക്കാണ്ട് കിട്ടിയ നേരം കൊണ്ട് 10 കാശുണ്ടാക്കാൻ നോക്കും. ഹലോ സുമേഷേ. സാറേ, നീ എവിടെ ഉണ്ട് ഇപ്പോൾ? ഞാൻ വീടിന് മുമ്പിലുണ്ട്. ഇവിടെ ഉണ്ട് സാറേ. ഒരത്യാവശ്യം ഉണ്ട്, നീ ഒന്ന് വന്നേ. പറയാം, നീ വാ. അതെ. എന്താ സാറേ അത്യാവശ്യം? ഇവിടെ താൻ അറിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ലോക്ക്ഡൗൺ. ഇനി കുറച്ച് ദിവസത്തേക്ക് ബീവറേജസും തുറക്കൂലെന്ന്. വലിയ കുപ്പി കിട്ടാനും വലിയ വഴിയുണ്ടാ? ഞാൻ നോക്കട്ടെ, ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. എന്ന് ആരെങ്കിലും ഒന്ന് വിളിക്ക്. എടാ ഷിബു, ചെറുതുപോലെ ഇരിപ്പുണ്ടടാ? ഇല്ലേ? സുമേഷേ, എന്ത് പണ്ടാരായാലും വേണ്ടില്ല, എനിക്കിന്ന് 2 അടിച്ചേ പറ്റുള്ളൂ. മാട്ടി, അതെ, ചെറുതുപോലെ ഇരിപ്പുണ്ട. എൻ്റെ ഒരു സാറിനാണെന്ന്. സാറ് ആരെങ്കിലും ഇരിപ്പില്ലല്ലോ സാറേ? പിന്നെ സാറേ, ഈ വാറ്റ് മതിയാ? വാറ്റാ ഇവിടെ കിട്ടൂ? ഒരാളുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്ക്. വാറ്റ് മതി. ക്ഷമിച്ചേട്ടാ, സുമേഷാണ്. എന്താണ് സുമേഷ്? നമുക്കൊരു കുപ്പി വാറ്റ് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? കുപ്പിയാ? നിനക്ക് തന്നില്ലേ പിന്നെ ഈ ഷമ്മിച്ചേട്ടൻ ഇവിടെ ജീവിച്ചിരിക്കണേൽ എന്താടാ? എന്താ ഞാൻ അങ്ങ് വരട്ടെ? നിങ്ങൾ വാ, കുറച്ച് കഴിയുമ്പോൾ വാ. ഞാൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലത്തെ ജംഗ്ഷൻ്റെ അവിടെ വന്നിട്ട് വിളിക്കും. എടാ പേടിക്കണ്ട. എടാ എല്ലാം ഷമ്മിച്ചേട്ടൻ. എന്ത് ലോക്ക്ഡൗൺ? നീ പേടിക്കേണ്ട ലോക്ക്ഡൗണേ.
ഷമ്മിച്ചേട്ടൻ ഇവിടെ ജീവനോടെ ഉള്ളിടത്തോളം നീ ഒരു ലോക്ക്ഡൗണേയും പേടിക്കണ്ട. ഓക്കെ, ഇങ്ങോട്ടാ. താങ്ക് യു. ഷമ്മിച്ചേട്ടാ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഷമ്മിച്ചേട്ടൻ സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇയാളാണോ സാധനമായിട്ട് വരുന്നേ? ഇയാളാണോ സാധനമായിട്ട് വരുന്ന ആള്? സാറ് പേടിക്കണ്ട, സാറ് കാറി കയറിയിരുന്നു. ഷമ്മിച്ചേട്ടനെ ഞാൻ ഡീൽ ചെയ്തോളാം. വേണ്ട, ഷമ്മി ബ്രോ നമ്മുടെ സ്വന്തം ബ്രോ അല്ലേ? ഒന്നും മതിയാണോ സുമേഷേ? മറ്റേ ചീഞ്ഞ ഫ്രൂട്ട്സൊന്നും ഇട്ട് മാറ്റിയതാണെന്നല്ല കേട്ടോ. നല്ല പച്ചമരുന്നിലുണ്ടല്ലോ, ഉണക്ക എണ്ണിക്ക് സൂര്യോദമൊക്കെ മാറ്റിയെടുക്കാനുള്ള എണ്ണ സാധനമാണ്. ഈ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണ്ടല്ലോ. സാറ് കഴിക്കുമല്ലോ? പിന്നെ അല്ല, ഷമ്മിച്ചേട്ടൻ ഉണ്ടാക്കിയ സാധനം പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട സുമേഷ് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ഫേമസ് ആക്കിയല്ലോ സുമേഷ്. ശരി, 1500 രൂപ. കാശാകുമ്പോ ആരുടെ നിന്നാണെങ്കിൽ ഞാൻ എണ്ണി നോക്കട്ടോ. ഇത് സാറേ 2000 ഉണ്ട്. അത് വെച്ചോന്നേ, അത് ഇതുപോലത്തേക്ക് ഉള്ള ഒരു അവസരത്തിൽ ഹെൽപ്പ് ചെയ്തതല്ലേ. അങ്ങനെയുള്ളവര് ദൈവത്തിന് തുല്യാന്ന് പറയണത്. അപ്പൊ എന്തായാലും ഇനിയും ഷമ്മീനെ കാണാൻ വരും അല്ലേ? പിന്നെ ചോദിക്കണോ? അപ്പൊ ശരി സാറേ. അതൊരു പോക്ക ഷമ്മി ബ്രോ, ഒരു സെൽഫി എടുക്കാൻ പറ. ആദ്യം ഷമ്മി ബ്രോയുടെ കുപ്പി മാറ്റി ഷമ്മി ബ്രോ ഒരു ചോദിച്ചേ. ഓക്കെ സുമേഷേ, ഞങ്ങളൊരു ഫോട്ടോ എടുത്തേ. ഷമ്മി ബ്രോ വന്നേ. നല്ല സാറേ, മേത്തൊക്കെ കുഴപ്പമില്ല, എന്നോ ഒന്ന് ചിരിച്ചു. ഓക്കെ ശരിയാണോ? വല്ലതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഷമ്മി ഇവിടെ തന്നെ ആവും. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഷമ്മി ബ്രോ? എന്ത് നല്ല മനുഷ്യൻ. ക്ഷമിച്ചോട്ടോ, ക്ഷമിച്ചോട്ടോ. ആരാണ്? മാമാനുമാണ്. നീയാ? എന്തിയാ ചേട്ടാ? അതെ, കുപ്പി ആരയുടെ ആണെങ്കിൽ കാണും. കാലി കുപ്പി അല്ലേ ചേട്ടാ? അതല്ല ചേട്ടാ, വാച്ച് എന്തെങ്കിലും സെറ്റ് ആക്കി തരാം. എന്ത് സാധനം? വാച്ച് പൈസ എത്ര വേണമെങ്കിലും തരാം. കാശുണ്ടല്ലോ അല്ലേ? എന്തായാലും നിക്ക്, വന്നാലേ നിക്ക് വെയിറ്റ്. പോയിട്ടോട്ടെ. വെടി നന്ദി എന്നിട്ട് ചേട്ടാ. ചേട്ടാ, ഈ 2 വണ്ടിയുടെ പെട്രോൾ കാശ് കത്തിക്കേണ്ട എല്ലാവരും ഉണ്ടോ? ഒറ്റ വണ്ടിക്ക് വന്നാൽ പോരെ? അയ്യോ, ഞങ്ങൾ 2 വണ്ടിക്കൊന്നുമില്ല. അത് ഞങ്ങളുടെ വണ്ടി ഒന്നുമല്ല, ഞങ്ങൾ ഈ വണ്ടിക്ക് വന്നില്ല. ഏതാ ഇവർ? ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ അപ്പനിപ്പോ ഒന്നൊരു കുപ്പി വാങ്ങിയാട് പോയുള്ളൂ. എങ്കിൽ പിന്നെ ഒറ്റ വണ്ടിക്ക് വന്നാൽ പോരെ? അച്ഛനാ? ആ, കാശ് എത്ര ചേട്ടാ? 1500. ചേട്ടാ നന്ദി കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനോട് ഞാൻ പറ്റി. അതെ, പോകാൻ പറ്റേ. കഴിഞ്ഞ ദിവസം ഞാൻ റോട്ടിൽ തന്നപ്പോൾ നീക്ക് എന്താ പറഞ്ഞു? ചേട്ടാ അത് വീട് ചേട്ടാ തമാശയല്ലേ. എന്ത് തമാശയല്ലേന്ന്? നമ്മൾ എപ്പോഴും കാണണമല്ലേ ചേട്ടാ. നമ്മൾ ഇനിയും കാണേണ്ടതാണ് അല്ലേ? അതെ. ഷമ്മി ആരാണെന്ന് നീ പറഞ്ഞു? വീട് ചേട്ടാ. അല്ല, നീ ഒന്ന് പറഞ്ഞേ, ഷമ്മി ആരാണെന്ന് നീ പറഞ്ഞു? ഷമ്മി ഹീറോടാ, ഹീറോ. കേട്ടോടാ? ആ, നീ പോവല്ലേ, കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. മോനെ
ഷമ്മി ആരാണ്? ഷമ്മി ഹീറോ ഹീറോ